ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇന്ന ദിവസത്തിലെ വിവിധ സിനിമകളുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യത്തേത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തിയ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ആണ്. സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ വർധന വന്നിരിക്കുന്നു. 7 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 15 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് ഉണ്ടാകും. ഇന്നലെ വരെ കേരളത്തിൽ 4,08,00,000 ഗ്രോസ് വന്ന സിനിമ ഇന്നത്തോടെ 4,20,00,000 മുകളിൽ കേരള ഗ്രോസിലേക്ക് എത്തപ്പെടും. സിനിമയുടെ ബഡ്ജറ്റ് എത്രയെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒന്നാണ്. സിനിമയ്ക്ക് 4,50,00,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. നിലവിൽ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ കൂടി നോക്കുകയാണെങ്കിൽ ആവറേജ് സ്റ്റാറ്റസിലേക്ക് മാത്രമേ എത്തപ്പെട്ടിട്ടുള്ളൂ. രണ്ടാമത്തേത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മറ്റൊരു ആവറേജ് വിജയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത ദിലീപ് സിനിമയുടെ കളക്ഷനാണ്. ചിത്രത്തിന് 6 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്നലെ വരെ സിനിമയ്ക്ക് 16,45,00,000 കേരള ഗ്രോസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നും 10 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 16,55,00,000 മുകളിൽ കേരള ഗ്രോസിലേക്ക് എത്തപ്പെടുന്നതാണ്. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ പ്രിൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്ത വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ നരിവേട്ട. ഒരുപക്ഷെ ഫൈനൽ റണ്ണിൽ പ്രിൻസിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുള്ള ടൊവിനോ സിനിമയ്ക്ക് ഇന്ന് 22 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്ന് 40 ലക്ഷം കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയ്ക്ക് ഇന്നലെ വരെ 13,31,00,000 കേരള ഗ്രോസ്. ഇന്നത്തോടെ 13,70,00,000 മുകളിലേക്ക് സിനിമയുടെ ആകെ കേരള ഗ്രോസ് എത്തും. വേൾഡ് വൈഡ് കൃത്യമായ കളക്ഷൻ പുറത്തു വരുമ്പോൾ 22 കോടിയിലേക്ക് സിനിമ ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം എത്തപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിലെ നരിവേട്ടയുടെ ബഡ്ജറ്റിനെ കുറിച്ചും ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. സിനിമയുടെ കൃത്യമായ ബഡ്ജറ്റ് ഇനിയും കൃത്യമായിട്ട് തന്നെ പുറത്തു വന്നിട്ടില്ല. റിലീസ് സമയത്ത് തന്നെ വന്ന റൂമേഴ്സ് പ്രകാരം 15-20 കോടി റേഞ്ചിൽ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നാണ്. എന്തായാലും കൃത്യമായ കണക്കുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അവസാനമായിട്ട് ലാലേട്ടന്റെ തുടരും എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സിനിമയുടെ 41ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ഇന്നലെയും 2 ലക്ഷത്തിന് മുകളിലാകി കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് 1 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. സിനിമ OTT-ൽ റിലീസ് ചെയ്തിട്ട് ഒരാഴ്ച പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണ്. 40 ദിവസത്തെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 118,60,00,000 രൂപയാണ്. ഇന്നത്തോടെ 118,62,00,000 സിനിമയുടെ ആകെ കേരള ഗ്രോസ് എത്തപ്പെടും. കൃത്യമായ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകർ കാത്തിരിക്കൂ.